നമ്മുടെ എല്ലാവരുടെ ദിവസമാണ് ഇന്നത്തെ ഈ ഒരു ആറ്റുകാൽ പൊങ്കാല മഹോത്സവത്തിന് മറ്റൊരു വലിയ പ്രത്യേകതയുണ്ട്. കാരണം ഈ ദിവസങ്ങളിൽ അമ്മയുടെ സന്നിധി അനന്തപുരി എന്നത് തെക്കൻ കേരളവും തെക്കേ അറ്റത്തുള്ള കേരളത്തിലെ ഒരു ജില്ലയും മാത്രമല്ല, അമ്മയുടെ ഭക്തർ മാത്രമാണ് നമ്മളെല്ലാവരും. 10 ദിവസം അങ്ങനെ ഏക മനസ്സോടുകൂടി നമ്മൾ നിൽക്കുന്നു. ഏറ്റവും പ്രധാനമായ 9ാം ദിവസത്തിലേക്ക് എത്താൻ ഇനി ഒരു രാത്രി കൂടിയേ ബാക്കിയുള്ളൂ. അതിനുള്ള കാത്തിരിപ്പിൽ തന്നെയാണ് നമ്മൾ എല്ലാവരും ഉള്ളത്. എന്തായാലും തലങ്ങും വിലങ്ങും ഇങ്ങനെ ഭക്തജനങ്ങൾ നമുക്ക് മുന്നിലേക്ക് കൂടെ പോകുമ്പോൾ ഒരുപക്ഷെ അവരുടെ ധൃതി കാരണമാണ് നമുക്ക് അവരോടൊന്ന് സംസാരിക്കാൻ കഴിയാത്തത്. എല്ലാവർക്കും അമ്മയെ വിശേഷങ്ങളൊക്കെ ചോദിക്കണമെന്നുണ്ട്. പക്ഷേ അവരിങ്ങനെ ദേവിയെ കാണണം, മറ്റൊരുക്കങ്ങൾ പൂർത്തീകരിക്കണം, ഇങ്ങനെ അവർ ഇങ്ങനെ ശ്രദ്ധിക്കുന്ന പോലും പോയിക്കൊണ്ടിരിക്കും. മാത്രമല്ല രോഹിണി, നമ്മൾ ഇവിടേക്ക് ഉച്ചയ്ക്ക് എത്തുമ്പോൾ തന്നെ മണിക്കൂറുകൾ നീണ്ട ക്യൂ ആയിരുന്നില്ലേ? നമുക്കൊന്ന് ചോദിച്ചാലോ? തീർച്ചയായും. എവിടുന്നാ വരുന്നേ? വന്നേ എവിടുന്നാ വരുന്നേ? തെന്മലയെന്ന്. എത്രാമത്തെ പൊങ്കാലയാ ഇപ്പൊ? ഇത് 10-28 പൊങ്കാലയായി. കണ്ടിന്യൂസ് ആയിട്ട് ഇടുന്നുണ്ട്. കണ്ടിന്യൂസ് ആയിട്ട് ഇടുന്നുണ്ട്. ഇവിടെ താമസമൊക്കെ ഞങ്ങള് തലേന്ന് വരും, വേറെ എവിടെങ്കിലും താമസിക്കും, പൊങ്കാല ഇട്ടിട്ട് പോകും. ദേവിയെ കണ്ടു തൊഴാനാണ്. ഇന്ന് ദേവിയെ കണ്ടു തരാം. എല്ലാ ഒരുക്കങ്ങളും എല്ലാ ഒരുക്കങ്ങളും ശരിക്കും അതിൽ പറഞ്ഞൊരു വലിയൊരു പോയിന്റ് ഉണ്ട്. കാരണം നമ്മൾ നേരത്തെ വരും, ഇവിടെ എവിടെയെങ്കിലും താമസിക്കും. ഇന്നത്തെ ദിവസവും നാളത്തെ ദിവസത്തെ ഏറ്റവും അധികം പ്രത്യേകതയുള്ളതാക്കുന്നതും അതിലൊന്നാണ്. കാരണം മാത്രമല്ല അവർക്ക് താമസവും അസൗകര്യവും ഒന്നും ഒരു ബുദ്ധിമുട്ടേ അല്ല. എല്ലാ വസതികളും, എല്ലാ വീടുകളും, എല്ലാ ഭവനങ്ങളും തുറന്നിട്ടേക്കാണ്. അമ്മയ്ക്കായി പൊങ്കാല നിവേദ്യം അർപ്പിക്കാൻ എത്തുന്ന ഭക്തരെ കാത്ത് എല്ലാവരും വലിയ ആതിഥ്യം. നമുക്കൊന്ന് ശാലിനിയിലേക്ക് പോയാൽ തീർച്ചയായും, കാരണം ഇവിടുത്തെ അടുത്ത് തന്നെയുണ്ട് ക്ഷേത്ര പരിസരത്ത് നിന്ന് കൂടുതൽ ഭക്തരുടെ വിശേഷങ്ങൾ അറിയാം. ശാലിനി കൂടി ചേരുകയാണ്. ശാലിനി രാവിലെ മുതൽ തന്നെ ഇങ്ങനെ ഇടതടവില്ലാതെ ക്ഷീണമില്ലാതെ ഓടി നടന്ന് ആറ്റുകാൽ പരിസരം ഒക്കെ നമ്മുടെ പ്രേക്ഷകരിലേക്ക് എത്തിച്ചുകൊണ്ടേ ഇരിക്കുകയായിരുന്നു തത്സമയം. അതിനിടയിലേക്കാണ് നമ്മൾ രണ്ടുപേരും എത്തിയതും. ശാലിനി ഇപ്പോൾ എവിടെയാണ് നിൽക്കുന്നത്? നമ്മുടെ അടുത്ത് കണ്ടിരുന്നു കുറച്ചു മുമ്പ്, ഇപ്പൊ കാണാൻ കഴിയുന്നില്ല. ഈ പരിസരത്തുണ്ടെന്ന് അറിയാം, വലിയ തിരക്കാണ്. എവിടെയാണ് അവിടുത്തെ വിശേഷങ്ങൾ കൂടി? അനു, ഒപ്പം രോഹിണി, ഞാനിപ്പോൾ ജനം ടിവിയുടെ ഭാഗമായിട്ട് തന്നെ 8ാമത്തെ പൊങ്കാലയാണ്. ഒരു പക്ഷേ ഈ 7 വർഷവും കണ്ടിട്ടില്ലാത്ത രീതിയിലുള്ള തിരക്ക് ഈ 8ാം വർഷം ആറ്റുകാൽ പൊങ്കാലയുടെ തത്സമയം പ്രേക്ഷകരിലേക്ക് എത്തിക്കുമ്പോൾ എനിക്ക് ക്ഷേത്ര ശ്രീകോവിലിൽ നിന്ന് കാണാൻ കഴിയുന്നുണ്ട് എന്നുള്ളതാണ് എന്നെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ആശ്ചര്യമായിട്ടുള്ള കാര്യം. ഒരുപക്ഷെ കൊറോണ മഹാമാരി കഴിഞ്ഞതിന് ശേഷം ഏറ്റവും കൂടുതൽ ഭക്തജനങ്ങൾ ആറ്റുകാലിലേക്ക് ഒഴുകിയത് ഏത് വർഷമാണ് എന്ന് ചോദിച്ചാൽ അത് 2025 എന്ന് പറയേണ്ടിയിരിക്കുന്നു. പക്ഷേ സാധാരണഗതിയിൽ ഈ ഒരു ഉച്ചയ്ക്ക് ശേഷമാണ്, 2:30 കൂടിയുള്ള പൂജകൾ കഴിഞ്ഞതിന് ശേഷമാണ് ക്ഷേത്രത്തിലേക്ക് നട തുറക്കുമ്പോഴാണ് ഈ തിരക്കുണ്ടാകുന്നത്. പക്ഷേ ഇത്തവണ അങ്ങനെയല്ല. ക്ഷേത്ര നട രാവിലെ നിർമാല്യത്തിന് തുറന്നപ്പോൾ മുതൽ ഉണ്ടായിരുന്ന ആ ഒരു തിരക്ക് അത് ഈ മണിക്കൂറിലും തുടരുകയാണ് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. പോലീസ് നന്നേ പാടുപെടുന്നുണ്ട് തിരക്ക് നിയന്ത്രിക്കാൻ എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. വലിയ രീതിയിലുള്ള ആശങ്കകൾ ഉണ്ടാകുന്നുണ്ട്, ഒപ്പം തന്നെ വലിയ രീതിയിലുള്ള തിരക്കുണ്ടാകുന്നുണ്ട്. അതൊക്കെ നിന്നുകൊണ്ട് തന്നെയാണ് എല്ലാ രീതിയിലുള്ള ഒരുക്കങ്ങളും തയ്യാറെടുപ്പുകളും ക്ഷേത്രത്തിൽ പുരോഗമിക്കുന്നത്. നമുക്കിപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ തന്നെ എല്ലാ ഭക്തജനങ്ങളും ഇങ്ങോട്ടേക്ക് ഒഴുകി എത്തുകയാണ്. വിവിധ നാടുകളിൽ നിന്ന്, വിവിധ ദേശങ്ങളിൽ നിന്ന് എത്തിയ ഭക്തജനങ്ങളുടെ ഒരു ഒഴുക്ക് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും. അവരുടെ പ്രതികരണങ്ങളൊക്കെ നമുക്ക് പ്രേക്ഷകരിലേക്ക് എത്തിക്കേണ്ടതായിട്ടുണ്ട്. കാരണം അത്രയധികം ആളുകളാണ്. അവരൊക്കെ ക്ഷേത്ര ദർശനത്തിന് വേണ്ടി മാത്രമായി ഈ ഒരു മണിക്കൂർ മാറ്റിവെച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. അത്തരത്തിൽ വലിയ തിരക്ക്, ഒരു പക്ഷേ അഭൂതപൂർവമായ തിരക്കുണ്ടാകുന്നു. നാളെ രാവിലെ 10:15 ക്ഷേത്ര ശ്രീകോവിലിൽ നിന്നും അഗ്നി പകർന്ന് വലിയ തിടപ്പള്ളിയിലും ചെറിയ തിടപ്പള്ളിയിലും തയ്യാറാക്കിയിട്ടുള്ള ഭണ്ഡാര അടുപ്പുകളിലേക്ക് എത്താൻ പോകുന്നത്. ആ ഒരു തിരക്ക്, ആ ഒരു സമയത്തിനായിട്ടുള്ള കാത്തിരിപ്പിലാണ് ഓരോ ഭക്തജനങ്ങളും. ഒരുപക്ഷെ ക്ഷേത്ര ശ്രീകോവിൽ മാത്രമല്ല, അനന്തപുരി ആകെ ഒരു യാഗശാലയായി മാറാൻ പോകുന്ന കാഴ്ചകളിലേക്ക് ഇനി വളരെ ചുരുക്കം സമയം മാത്രമേ ഉള്ളൂ. ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങൾ കാണാം. 100 പേരെ വെച്ചാണ് ഓരോ നിമിഷവും ക്ഷേത്രത്തിനുള്ളിലേക്ക് കടത്തി വിട്ടുകൊണ്ടിരിക്കുന്നത്. ഡൽഹിയിൽ നിന്നും ഒപ്പം തന്നെ വിദേശത്തു നിന്നും അടക്കം 100 കണക്കിന് ആളുകൾ ദിവസങ്ങൾക്ക് മുൻപ് ഇവിടെ എത്തി. ഇപ്പോൾ അനന്തപുരി പൂർണ്ണമായും സ്ത്രീകളാൽ നിറഞ്ഞു കഴിഞ്ഞു. അനന്തപുരിയുടെ ഓരോ നഗരവീഥികളിലും അമ്മമാരും കുഞ്ഞുങ്ങളും മക്കളും മാത്രമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ചില അമ്മമാരോട് കൂടി നമുക്ക് പ്രതികരണം ചോദിക്കണം. മണിക്കൂറുകളോളം ക്യൂ നിന്ന് വരി നിന്നാണ് അവരിവിടെ ദർശനത്തിനെത്തുന്നത്. അമ്മ എവിടുന്നാ വരുന്നേ? ഞാൻ പെരുമ്പാവൂന്ന്. ആദ്യമായിട്ടാണോ പൊങ്കാല? ആദ്യം വരുന്നേ, തൊഴാൻ വന്നിട്ടുണ്ട്. പൊങ്കാല ഇടുന്ന ആദ്യം. പൊങ്കാല ഇട്ടില്ലല്ലോ, ഇടുന്നേ, നാളെയല്ലേ ഇടുന്നേ. എന്തൊക്കെയാ ഇടുന്ന അമ്മയ്ക്ക്? എന്തൊക്കെയാ? ഞാൻ പായസം മാത്രമേ ഉള്ളൂ. ഒറ്റയ്ക്കാണോ വന്നേ? അല്ല, കൂട്ടാളുണ്ട്. ഞങ്ങൾ ഒരു വണ്ടി ആളാ വന്നേക്കുന്നത്. പെരുമ്പാവൂരിന്ന് ഇവിടെ തിരുവനന്തപുരത്ത് വന്ന് ഈ പൊങ്കാല ഇടുമ്പോഴേ ഇവിടുത്തെ വ്യത്യാസം എങ്ങനെയുണ്ട്? ഇവിടെ അല്ല, ഞങ്ങള് പൊങ്കാലയുടെ വേറെയുള്ളടത്തൊക്കെ പോയിട്ടുണ്ട്. അങ്ങനെ വെച്ച് നോക്കുമ്പോ ആറ്റുകാൽ അമ്മയുടെ മുന്നിൽ ഇവിടെ തിരക്കാം. ചേച്ചി എങ്ങനെയുണ്ട് പൊങ്കാല?
പൊങ്കാലാഘോഷം തകർക്കുന്നു. ഞങ്ങൾ ചങ്ങനാശ്ശേരിയിൽ നിന്ന് വന്നതാണ്. സ്ഥലമൊക്കെ പിടിച്ചു എവിടെയാ പൊങ്കാല? അതെ, ഞങ്ങളിവിടെ ആ സ്റ്റാച്ചുവിൻ്റെ അവിടെയാണ് പൊങ്കാല ഇടുന്നത്. എങ്ങനെയുണ്ട് ഞങ്ങൾ ആറ്റുകാലിലെ പൊങ്കാലയും ഉത്സവമൊക്കെ? അടിപൊളിയായിട്ടുണ്ട്. ഫസ്റ്റ് ടൈമാണ് വരുന്നത്. എവിടെ ഇടുന്നത്? സ്റ്റാച്ചുവിൻ്റെ സ്റ്റാച്യൂലാണ് പൊങ്കാല ഇടുന്നത്. സെക്രട്ടേറിയറ്റ് സമീപത്താണ്. അമ്മ തൊഴുകൈയോടെ നിൽക്കുകയാണ്. അമ്മയോട് എന്താ പറയുന്നത്? അമ്മ പൊങ്കാലയിടാൻ വന്നതാ മോളെ. ആദ്യമായിട്ടാണോ? ഇതൊന്നും വിചാരിച്ചല്ല, എന്താ പറയുക? ആദ്യമായിട്ടല്ല. ഞാൻ 10-12 പൊങ്കാല ഇട്ടിട്ടുണ്ട്. ഇടയ്ക്ക് വെച്ചൊക്കെ ഒന്ന് വരാതിരുന്ന് ഇന്നിപ്പം വന്ന് സന്തോഷമായി. ഇത്തവണ എന്താ പ്രത്യേകിച്ച് പറയുന്നത്? പൊങ്കാല ഇടാൻ വന്ന് പ്രത്യേകമൊന്നുമില്ല. അമ്മ എങ്ങനെയുണ്ട് തിരക്കൊക്കെ? ക്യൂ നിന്ന് ക്ഷീണിച്ചോ? ഉഗ്രനായി. കുറച്ചുകൂടി സൗകര്യങ്ങളൊക്കെ ചെയ്തു തരേണ്ടതാണ് ഭക്തജനങ്ങൾക്ക്. രാവിലെ എത്തിയോ? രാവിലെ എത്തി. 5 മണിക്ക് വന്നതാണ്. എല്ലാം ഒരുക്കിയോ? തയ്യാറെടുപ്പുകളെല്ലാം ഒക്കെ കഴിഞ്ഞു. ഭക്ഷണം വേറെ ഇതുവരെ കിട്ടിയിട്ടില്ല അവിടെ. എല്ലാം മാറും, ഇതല്ലേ ശരിയാവും. അവരൊക്കെ രാവിലെ എത്തിയതാണ്. ക്ഷേത്ര ദർശനമൊക്കെ കഴിഞ്ഞ് ഇപ്പോൾ പൊങ്കാല തയ്യാറെടുപ്പുകളൊക്കെ പൂർത്തിയാക്കാനുള്ള ഓട്ടത്തിലൊക്കെയാണ് ഓരോ ഭക്തരും ഉള്ളത്. ഇനിയിപ്പോൾ ദിവസങ്ങളോളം ആറ്റുകാൽ ക്ഷേത്ര പരിസരവും ആറ്റുകാൽ നഗരവും ഉറങ്ങാതിരിക്കുന്നത് എവിടെയാണ് എന്ന് ചോദിച്ചാൽ അത് അനന്തപുരി മാത്രമാണ്. അക്ഷരാർത്ഥത്തിൽ ഉറക്കമില്ലാത്ത രാത്രികളാണ് കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ക്ഷേത്രവും ആറ്റുകാൽ നഗരത്തിലും തലസ്ഥാന ജില്ലയിലും ഉള്ളത്. ഇപ്പോൾ എന്തായാലും നമുക്കൊപ്പം നമ്മുടെ നാളെ അടക്കം ലൈവ് ചെയ്യാനുള്ള ടിൻഡു കൂടി ചേരുകയാണ്. ടിൻഡു കഴിഞ്ഞ വർഷവും ഈസ്റ്റ് ഫോർട്ടിൽ നിന്നാണ് പൊങ്കാല വിശേഷങ്ങൾ പങ്കുവച്ചത്. അപ്പോൾ ആ വർഷത്തെ തിരക്കും ഈ വർഷം കൂടെ എങ്ങനെയുണ്ടെന്ന് ടിൻഡു, കഴിഞ്ഞ വർഷമാണോ തിരക്ക് ഇത്തവണയാണ്? എങ്ങനെയുണ്ട് പൊങ്കാല തിരക്ക്? നമ്മളിങ്ങോട്ട് വരുന്നപ്പോഴേ കണ്ടതാണ്. കഴിഞ്ഞ വർഷത്തേക്കാളും നല്ല തിരക്ക് ഇത്തവണ ഉണ്ടെന്ന് തോന്നുന്നു. കാരണം വണ്ട് റോഡിന് അപ്പുറം വരെ ക്യൂ നിൽക്കുന്നുണ്ട്. കാരണം 12 മണിക്കും രാവിലെ 7 മണിക്കും 5 മണിക്കും ഒക്കെ വന്നവർ ഇപ്പോഴും ക്യൂ നിൽക്കുകയാണ്. ദേവിയെ കണ്ടിട്ട് മാത്രമേ മടങ്ങാൻ സാധിക്കൂ, അല്ലെങ്കിൽ ദേവീനെ കണ്ടിട്ട് മാത്രമേ ഒരു ആത്മസമർപ്പണ സംതൃപ്തി ഉണ്ടാകുള്ളൂ എന്നുള്ളൊരു സന്തോഷമാണ് അവരുടെ മുഖത്ത് കാണാൻ സാധിക്കുന്നത്. അവർക്ക് ഇനി എത്ര സമയം അവർക്ക് വേണമെങ്കിലും കാത്തു നിൽക്കുന്നതിനൊരു മടിയില്ല. പക്ഷെ കഴിഞ്ഞ വർഷത്തെക്കാട്ട് കൂടുതൽ ദേവി ഭക്തർ ഇവിടെ എത്തിയിട്ടുണ്ടെന്ന് തോന്നുന്നുണ്ട്. കാരണം കഴിഞ്ഞ തവണയൊക്കെ ഈ സമയത്തൊക്കെ ഏതാണ്ട് കുറച്ചൊക്കെ തിരക്കുണ്ട്. പക്ഷേ ഇപ്പോൾ ആ ബണ്ട് റോഡ് അപ്പുറം വരെ ക്യൂ നടക്കുകയാണ്. അപ്പോൾ വലിയ രീതിയിലുള്ള തിരക്ക് തന്നെയാണ് ക്ഷേത്ര സന്നിധി അനുഭവപ്പെടുന്നത്. പക്ഷേ ഞാൻ ഷാലിനി സൂചിപ്പിച്ചതുപോലെ തന്നെ കഴിഞ്ഞ വർഷം ഈസ്റ്റ് ഫോർട്ടിൽ നിന്നാണ് പൊങ്കാല റിപ്പോർട്ട് ചെയ്യാൻ സാധിച്ചത്. പക്ഷേ അവിടുത്തെ തലേ ദിവസത്തെ തിരക്ക് എനിക്ക് തോന്നുന്നു വളരെ കുറച്ചാണ്. പക്ഷേ ഇത്തവണ അവിടെ നല്ല തിരക്കുണ്ടെന്ന് തോന്നുന്നു. കാരണം ക്ഷേത്രത്തിന്റെ എല്ലാ ഭാഗത്തും, അതായത് ക്ഷേത്രത്തിന്റെ ഒരു 10-12 കിലോമീറ്റർ ചുറ്റളവിൽ വലിയ രീതിയിലുള്ള ആഘോഷം തന്നെ ആരംഭിച്ചിട്ടുണ്ട്. വാഹനങ്ങളൊക്കെ നിയന്ത്രണം ഏർപ്പെടുത്തി. അതോടൊപ്പം തന്നെ പറയുമ്പോഴാണ് ഏറ്റവും ശ്രദ്ധേയം, എല്ലാ അർത്ഥത്തിലും നാരീശക്തി തെളിയിക്കുന്ന ഒരു ഉത്സവം. അതെവിടെയാണെന്ന് ചോദിച്ചാൽ ആറ്റുകാൽ അല്ലാതെ വേറെ ഒരിടത്തുമില്ല. പക്ഷേ അതിൽ ഞങ്ങൾക്ക് അഭിമാനിക്കാൻ കഴിഞ്ഞ കുറേ വർഷങ്ങളായി ആറ്റുകാൽ അമ്മയുടെ നടയിൽ നിന്ന് പ്രേക്ഷകരിലേക്ക് ജനം ടിവിയിലൂടെ ദൃശ്യങ്ങളും ആ വാർത്തയും റിപ്പോർട്ടും ഒക്കെ എത്തിക്കുന്നതിൽ അഭിമാനിക്കുന്ന നാരീശക്തികൾ കൂടിയാണ് ഞങ്ങൾ. അപ്പോൾ ഈ ഒരു പ്രത്യേക സൗകര്യങ്ങൾ KSRTC റെയിൽവേയുടെ കൂടെ പറയേണ്ടത് ഇപ്പം ട്രാഫിക് നിയന്ത്രണമൊക്കെ തുടങ്ങിയൊരു ഘട്ടത്തിൽ അതിനെ പറ്റിയിട്ടൊന്ന് ടി പറയാം. തീർച്ചയായിട്ടും KSRTC റെയിൽവേ വലിയ രീതിയിലുള്ള ഒരുക്കങ്ങൾ തന്നെ നടത്തിയിട്ടുണ്ട്. ഈ നമുക്ക് പറയാൻ സാധിക്കുന്നത് KSRTCയെ സംബന്ധിച്ചിടത്തോളം സിറ്റിയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ക്ഷേത്രത്തിലേക്കും അതോടൊപ്പം തന്നെ ക്ഷേത്രത്തിന്റെ പുറത്തേക്കും പോകാനുള്ള സൗകര്യം സിറ്റി സർക്കിളിന്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ട്. ഇത്തവണ ഇലക്ട്രിക് ബസ്സുകളാണ് കൂടുതലും KSRTCക്ക് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ KSRTC ഭക്തർക്ക് വേണ്ടിയിട്ട് ഒരുക്കിയിട്ടുള്ളത്. അതോടൊപ്പം തന്നെ റെയിൽവേ സ്റ്റേഷനിലും റെയിൽവേയും വലിയ രീതിയിൽ തന്നെ ഒരുക്കങ്ങൾ പൂർത്തിയാക്കിയിട്ടുണ്ട്. 3-ാം നമ്പർ പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത് നാഗർകോവിൽ സൈഡിലേക്ക് പോകുന്നത്, 1-ാം നമ്പർ പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത് തിരുവനന്തപുരത്ത് നിന്നും വടക്കോട്ട് പോകുന്ന രീതിയിലാണ് ട്രെയിനുകൾ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അതുപോലെ എല്ലാ രീതിയിലുള്ള അറേഞ്ച്മെന്റ്സും റെയിൽവേയുടെ ഭാഗത്തു നിന്നുണ്ട്. ജനശതാബ്ദിക്കും അതോടൊപ്പം തന്നെ രാവിലെയുള്ള വേണാടിനും ഒക്കെ പ്രത്യേകം സ്റ്റോപ്പുകൾ ഇല്ലാത്തടത്ത് പ്രത്യേകം സ്റ്റോപ്പുകൾ അനുവദിച്ചിട്ടുണ്ട്. അപ്പോൾ വലിയ രീതിയിലുള്ള ഒരുക്കങ്ങൾ KSRTCയുടെ അതോടൊപ്പം തന്നെ റെയിൽവേയുടെ ഭാഗത്തു നിന്നൊക്കെ ഒരുക്കിയിട്ടുണ്ട്. പിന്നെ മറ്റൊരു കാര്യം, പ്രധാനപ്പെട്ട കാര്യം പാർക്കിംഗ് സൗകര്യമാണ്. പാർക്കിംഗ് സൗകര്യം എന്ന് പറയുന്നത് ഒരു 2-3 കിലോമീറ്ററിനകത്തേക്ക് സ്വകാര്യ വണ്ടികൾ അല്ലെങ്കിൽ സ്വകാര്യ വാഹനങ്ങൾ കടത്തിവിടില്ല എന്നുള്ളൊരു കർശനമായിട്ടുള്ള നിയന്ത്രണം തന്നെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ വലിയ രീതിയിൽ ഒരുക്കും. പക്ഷേ കഴിഞ്ഞ വർഷത്തെ ഓരോ വർഷം കൂടുന്തോറും വലിയ രീതിയിലുള്ള അല്ലെങ്കിൽ തിരക്ക് വർദ്ധിച്ചു വരുന്നൊരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. എന്തായാലും ഈ തിരക്കും അതോടൊപ്പം തന്നെ ആറ്റുകാൽ പൊങ്കാലയൊക്കെ വലിയ രീതിയിലുള്ള ആഘോഷം, അതിനപ്പുറത്തേക്ക് ദേവിയെ കാണാനായിട്ട് ദേവിയെ കണ്ടിട്ട് മാത്രമേ മടങ്ങൂ എന്നുള്ള രീതിയാണ് ഇപ്പോൾ ശാലിനി സൂചിപ്പിച്ചത്. ശാലിനി കഴിഞ്ഞ 10 വർഷമായിട്ട് ദേവി നടയിൽ നിന്നുമായിട്ട് റിപ്പോർട്ട് ചെയ്യുന്നത്. അപ്പോൾ എന്നെക്കാളും കൂടുതൽ പറയാൻ കാണുന്നത് ശാലിനിക്കായിരിക്കും. നാരീശക്തി എന്ന് പറയുമ്പോൾ അടച്ചുപോയി കുറച്ചു നേരം സംസാരിച്ചു കഴിഞ്ഞപ്പോൾ എന്തായാലും
ആറ്റുകാൽ ക്ഷേത്ര പരിസരം മാത്രമല്ല, ഈ സ്ത്രീകളുടെ ഉത്സവമാണ് എന്ന് പറയുമ്പോൾ പോലും എല്ലാ സ്ത്രീകളുടെ പിന്നിലും ഒരു പുരുഷന്മാരുണ്ടാവും. ഇവിടെ നമുക്ക് പുരുഷന്മാരെ കാണാം, അച്ഛന്മാരെ കാണാം, അമ്മമാരെ കാണാം, ചെറിയ കുട്ടികളെ കാണാം. ഇവരൊക്കെ സഹോദരങ്ങളായിട്ടുള്ള ആളുകളൊക്കെ ഉണ്ട്. അമ്മമാരുടെ മാത്രം ഉത്സവമായി നമുക്ക് ഒരിക്കലും ആറ്റുകാൽ പൊങ്കാലയെ മാറ്റാൻ കഴിയില്ല. എങ്കിൽ പോലും അവരുടെയൊക്കെ പിന്നിൽ അവർക്ക് സുരക്ഷ ഒരുക്കാനും അവർക്ക് എല്ലാ സൗകര്യങ്ങളും ഒരുക്കാനും സേവാഭാരതി ഉണ്ട്. അങ്ങനെ വിവിധ സന്നദ്ധ സംഘടനാ പ്രവർത്തകരുണ്ട്. ഏകദേശം 4500-ലധികം വരുന്ന പോലീസ് ഉദ്യോഗസ്ഥരുടെ സുരക്ഷാ വലയത്തിലും 2 പോലീസ് കൺട്രോൾ റൂമുകളിലും വനിതാ പോലീസ് കൺട്രോൾ റൂമിന്റെയും സുരക്ഷാ വലയത്തിലാണ് കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ഈ ആറ്റുകാൽ ക്ഷേത്ര പരിസരം. ഒപ്പം തന്നെ ഇവിടേക്ക് എത്തി ദർശനം നടത്തി അമ്മയെ കണ്ട് അമ്മയുടെ ആഗ്രഹങ്ങൾ പറഞ്ഞ് ഇനി ഒരു ആഗ്രഹങ്ങൾ സാധിക്കാനുണ്ടെങ്കിൽ അത് പറഞ്ഞ് ആഗ്രഹം സാധിച്ചിട്ടുണ്ടെങ്കിൽ അതിന് ആഗ്രഹ സബലീകരണത്തിന് നന്ദി അറിയിക്കാനൊക്കെയായി ആറ്റുകാൽ ക്ഷേത്ര പരിസരത്തേക്ക് ഇങ്ങനെ ഒഴുകിയെത്തുകയാണ്. ഒരുപക്ഷെ ആറ്റുകാൽ പൊങ്കാല ഉത്സവമാണ് എന്ന് പറയുമ്പോഴും തലസ്ഥാനം ക്ഷേത്ര നഗരമാണ്. വിവിധ ക്ഷേത്രങ്ങളുണ്ട്. ആ ക്ഷേത്രത്തിന്റെ പരിസരത്തിലെല്ലാം ഒരു ഉത്സവ അന്തരീക്ഷം, ഉത്സവ പ്രതീതി നൽകിക്കൊണ്ടാണ് ഈ ഒരു ആറ്റുകാൽ പൊങ്കാല മഹോത്സവം അങ്ങനെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. കാർത്തിക നാളിൽ കൊടി ഏറുന്നു എന്ന് നമ്മൾ വിശ്വസിക്കുന്ന കാപ്പുകെട്ടി ദേവിയെ കുടിയിരുത്തുന്ന ആ ദിവസം തുടങ്ങിയ ആ ഒരു തിരക്ക് ഈ മണിക്കൂറിലും അവസാനിച്ചിട്ടില്ല എന്നുള്ളതാണ് നമുക്ക് ഈ വരി നിൽക്കുന്ന ആളുകളിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അങ്ങനെ വലിയ രീതിയിലുള്ളൊരു ആഘോഷം. ഒരുപക്ഷെ ലോകത്തെവിടെയാണ് ഏറ്റവും കൂടുതൽ സ്ത്രീ ഭക്തർ സംഗമിക്കുന്ന ഒരു ഉത്സവം ഉള്ളത് എന്ന് ചോദിച്ചാൽ അത് ആറ്റുകാൽ പൊങ്കാല മഹോത്സവമായിരിക്കും. ആറ്റുകാലിലെ ആ പൊങ്കാല ദിവസമായിരിക്കും എന്നുള്ളതിൽ സംശയമില്ല. ഇപ്പോൾ അമ്മമാരൊക്കെ കാത്തുനിന്ന് ക്ഷീണിക്കുന്നൊക്കെയുണ്ട്. അമ്മ എവിടുന്നാ വരുന്നത്? കൊട്ടാരക്കര. എവിടുന്നാ? ആദ്യമായിട്ടാണോ പൊങ്കാല ഇടാൻ വരുന്നത്? ആണ് കൊട്ടാരക്കര കോട്ടാത്തല. എങ്ങനെയുണ്ട് പൊങ്കാല ഇടാൻ വന്ന് ഈ തിരക്കൊക്കെ ക്ഷീണിച്ചോ? ക്ഷീണിച്ച്. എങ്ങനെയുണ്ട്? ചെന്നൈ സൂപ്പറാ ഇருக்கு. യെസ് ഐ എം ഫസ്റ്റ്. സ്ഥലമൊക്കെ പിടിച്ചോ? സ്ഥലമൊക്കെ പിടിച്ചോ? താങ്ക് യു. ചെന്നൈയിൽ നിന്നും കൊട്ടാരക്കരയിൽ നിന്നും ഒക്കെ വന്ന ആളുകളാണ്. അച്ഛന്മാരുണ്ട്, പ്രായമായ ആളുകളുണ്ട്. ഇവരൊക്കെ ക്ഷേത്ര നടയിലെത്തി അമ്മയെ കാണാൻ, അമ്മയുടെ അനുഗ്രഹം ഏറ്റുവാങ്ങി അനുഗ്രഹം സ്വീകരിച്ച് നാളെ പൊങ്കാല ഇടാനുള്ള തയ്യാറെടുപ്പുകളിലേക്കൊക്കെ മടങ്ങാനുള്ള തിരക്കാണ്. അല്പസമയം മുമ്പാണ് പ്രത്യേക പൂജകളും വിശേഷാൽ ചടങ്ങുകളും എല്ലാം പൂർത്തിയാക്കി ക്ഷേത്ര ശ്രീകോവിൽ നട തുറന്നത്. വൈകുന്നേരത്തെ ചടങ്ങുകൾ പൂർത്തിയാക്കി തുറന്നപ്പോൾ അതിനുശേഷമുള്ള ഒരു തിരക്കാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടേയിരിക്കുന്നത്. വലിയ രീതിയിലുള്ള അഭൂതപൂർവമായ തിരക്ക് നമുക്ക് ക്ഷേത്രത്തിൽ അനുഭവപ്പെടുന്നുണ്ട്. അത്തരത്തിൽ വലിയ രീതിയിലുള്ള തിരക്കുണ്ടാകുന്നതുകൊണ്ട് തന്നെ അത്രയധികം സൗകര്യങ്ങളും ഇത്തവണ വർദ്ധിപ്പിച്ചിട്ടുണ്ട്. ഇവർക്ക് ദാഹമുണ്ടാകാതെ, ക്ഷീണമുണ്ടാകാതെ എല്ലാ രീതിയിലും സുരക്ഷ ഒരുക്കാനും ഒക്കെ ആയി പോലീസിന്റെ കരകളും ഒക്കെ ഇവിടെയുണ്ട്. ക്ഷേത്ര ട്രസ്റ്റ് ഇപ്പോൾ സൂചിപ്പിക്കുന്ന ഏകദേശം 45 ലക്ഷത്തോളം വരുന്ന സ്ത്രീ ഭക്തജനങ്ങൾ ഇത്തവണ ആറ്റുകാൽ പൊങ്കാലയുടെ ഭാഗമാകുമെന്നുള്ളതാണ്. പക്ഷേ ഗിന്നസ് റെക്കോർഡിൽ കയറിയിട്ടുണ്ട് എങ്കിൽ പോലും ആ ഗിന്നസ് റെക്കോർഡ് ഇത്തവണ ബ്രേക്ക് ചെയ്യും, അതിൽ കൂടുതൽ ബ്രേക്ക് ചെയ്യും എന്നുള്ളതാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാരണം അത്രയധികം തിരക്ക് മണിക്കൂറുകൾക്കും ദിവസങ്ങൾക്കും മുൻപ് തന്നെ ക്ഷേത്രത്തിൽ നമുക്ക് കാണാൻ സാധിക്കുമെന്നുള്ളതാണ്. ജനം ടിവിയുടെ ഫുൾ ടീമും ഇവിടെ സജ്ജമാണ്. നാളെ രാവിലെ നട തുറക്കുന്ന നിമിഷം മുതൽ ജനം ടി വി പ്രേക്ഷകരിലേക്ക് നമ്മൾ ദൃശ്യങ്ങൾ എത്തിക്കുകയും ചെയ്യും. ഒരു ഇടതടവുകളും ഇല്ലാതെ ദൃശ്യങ്ങൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ സാധിക്കുമെന്നുള്ളതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്ന. അതിന്റെ തയ്യാറെടുപ്പുകളും ഒരുക്കങ്ങളും ഒക്കെ പൂർത്തീകരിച്ചിട്ടുണ്ട്. ഇതിന്റെ എല്ലാ രീതിയിലുള്ള ലൈവ് സ്ട്രീമിങ്ങും ജനം ടി വി അങ്ങനെ നൽകിക്കൊണ്ടിരിക്കുകയാണ്. എന്തായാലും പ്രേക്ഷകർക്ക് എല്ലാ രീതിയിലുള്ള ആശംസകളും ഉത്സവ ആശംസകളും അറിയിക്കുകയാണ്. ഞങ്ങൾ ഇനി ഒരു ചെറിയ ഇടവേളയിലേക്ക് കടക്കുകയാണ്. കാരണം ഇനിയും ഒരുപാട് വിശേഷങ്ങൾ ക്ഷേത്ര പരിസരത്ത് നിന്നും ഒപ്പം തന്നെ നമ്മുടെ റെയിൽവേ സ്റ്റേഷനിൽ, തമ്പാനൂർ റെയിൽവേ സ്റ്റേഷനിലും ഒപ്പം തന്നെ ബസ് സ്റ്റാൻഡിലും ഒരുങ്ങി കാത്തിരിക്കുന്നുണ്ട്. ഈസ്റ്റ് ഫോർട്ടിൽ പത്മനാഭന്റെ മണ്ണിൽ പത്മനാഭന്റെ സഹോദരി കൂടിയാണ്. അപ്പോൾ ആ സഹോദരിയുടെ മുൻപിലേക്ക് എത്തുന്ന, പൊങ്കാല അർപ്പിക്കാൻ എത്തുന്നവർക്ക് സഹോദരൻ നൽകുന്ന വിശേഷങ്ങളും കാഴ്ചകളും ഒക്കെ പത്മനാഭസ്വാമി ക്ഷേത്രത്തിന് മുൻപിലുണ്ട്.